ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി. ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള ധനസമാഹരണം സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നു. അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിവരാവകാശ നിയമത്തിന് വിരുദ്ധമാണ് ബോണ്ട് എന്നും കോടതി കണ്ടെത്തി. 5 അംഗ ബെഞ്ച് 2 വിധി എഴുതിയെങ്കിലും രണ്ടും ബോണ്ട് റദ്ദാക്കുന്നതിനെ അനുകൂലിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ നിൽക്കെ കേന്ദ്ര സർക്കാരിനും BJPക്കും വലിയ തിരിച്ചടിയാണ് ഇലക്ടോറൽ ബോണ്ട് കേസിലെ സുപ്രീം കോടതി വിധി. 2018 ആരംഭിച്ച പദ്ധതി ഭരണഘടനാ വിരുദ്ധമെന്നാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഐകകണ്ഠമായി കണ്ടെത്തിയിരിക്കുന്നത്. 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിനും BJPക്കും സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി. പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് സുതാര്യമെന്നും കള്ളപ്പണം തടയാൻ കഴിയുമെന്നും അവകാശപ്പെട്ടാണ് BJP 2018 ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്. എന്നാൽ ഭരണഘടനാ വിരുദ്ധമെന്ന സുപ്രീം കോടതി വിധി പ്രതിപക്ഷ ആരോപണങ്ങളെ ശരിവെക്കുന്നു. This is a welcome verdict by the Supreme Court bench, and it's a unanimous verdict, and therefore it is historic that what we had maintained from day one, and amongst the major political parties, CPIM is the only party that refused to accept electoral bonds. So we are satisfied that our petition has been upheld by the court. ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനയുടെ സിംഹഭാഗവും കൈപ്പറ്റിയത് BJP ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ BJPയുടെ മൊത്തം സംഭാവന 2120 കോടി രൂപയായിരുന്നു. ഇതിൽ 61% ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കോൺഗ്രസിന് കിട്ടിയതിന്റെ 7 ഇരട്ടി തുകയാണിത്. BJPക്ക് കൈക്കൂലിയും കമ്മീഷനും വാങ്ങാനുള്ള വഴിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് ബോണ്ടുകളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവന്നാൽ അത് BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. സുപ്രീം കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടിയേറ്റ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടിയാലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞതായാണ് പുറത്തുവരുന്ന വിവരം. പുനഃപരിശോധനാ ഹർജി നൽകുന്നതടക്കം സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. സാബു ജോസഫ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് ചർച്ചയുടെ ഫലം എന്തായി എന്ന് പറയൂ എന്നാണ്. അത് ഏത് ചർച്ചയെക്കുറിച്ചാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടില്ല. പക്ഷേ വളരെ പ്രധാനപ്പെട്ട 2 ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്ന് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട്, സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ നടക്കുന്ന ചർച്ചയാണ്. അതിപ്പോഴും പുരോഗമിക്കുകയാണ്. മറ്റൊന്ന് കർഷക സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിൽ നടക്കുന്ന ചർച്ചയാണ്. അതും പുരോഗമിക്കുകയാണ്. അതിൽ നിന്ന് പുതിയ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.